ഇനിയിപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണോ? രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ സ്ഥലം വിറ്റ പൈസയ്ക്കാക്കാരം, പക്ഷെ ആ പൈസക്ക് പൂർണ്ണമായിട്ട് റെക്കോർഡ് ഉണ്ടാവില്ല. ഞാൻ 5 ലക്ഷം ആധാരത്തിൽ കാണിച്ചിട്ടുണ്ടാവുക, 50 ലക്ഷം കൊടുത്തു എന്ന് ഞാൻ അങ്ങനെ പറയും. അപ്പോൾ അത് എനിക്കെതിരെ കേസ് വരുന്ന കാര്യം ആദ്യം ചെയ്യാം. അപ്പോൾ ഈ പേടി വരുന്നതോടെ എനിക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് വരും. ഈ പോലീസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ 5 ലക്ഷം കൊണ്ടേ കൊടുത്തപ്പോൾ ആദ്യത്തെ മാസം തന്നെ 25,000 രൂപ കിട്ടി. 5 ലക്ഷത്തിന് എത്ര ശതമാനമാണ് 25,000 എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. ഈ 5 ലക്ഷത്തിൽ നിന്ന് എടുത്ത് കൊടുത്താൽ തന്നെ അതിന് പിന്നെ കണക്കാക്കാൻ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ മതിയാവും. ആ 25 3 പ്രാവശ്യം കൊടുത്തിട്ട് പിന്നെ അത് കൂട്ടിപ്പോയാൽ എന്താണ് നിന്ന് പോകണം. പക്ഷേ ആ സമയം കൊണ്ട് എന്ത് ചെയ്യാണ്, സഹപാഠികളെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ നേരത്തെ നമ്മൾ മാർക്സിസം പറയുന്ന സമയത്ത് എല്ലാവരും ഉള്ളവരാകണം എന്നാണ് അവരുടെ സിദ്ധാന്തം. ശരിക്കും തന്നെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ദരിദ്രരും സമ്പന്നരും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അവരെ പോലെ എനിക്ക് ആകാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തോന്നൽ, അതിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ് അതൊക്കെ. വളരെ കൃത്യമാണ്. സ്പോട്ട്ലൈറ്റിൻ്റെ അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ കേരളത്തിൽ ആണെങ്കിലും ഇനി പ്രവാസികളായിട്ടുള്ള ആളുകളാണെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണം കയ്യിലുള്ള ആളുകളുമുണ്ട്, പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിലും മറ്റുമൊക്കെ പെട്ടുപോയിട്ട് സാമ്പത്തിക ചതിക്കുഴികളിൽ നിരന്തരമായി മലയാളികൾ വീണുകൊണ്ടിരിക്കുകയാണ്. എന്ന് ഈ പാഠം പഠിക്കുന്ന നമ്മൾ വളരെ മുഖത്ത് വിരൽ വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ വ്യത്യസ്തങ്ങളായുള്ള അനുഭവങ്ങൾ, അതായത് പല എക്കോസിസ്റ്റത്തിൻ്റെയും പേരും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന ആധാരം ഞങ്ങൾക്ക് തരൂ, ഞങ്ങളത് നിങ്ങൾക്ക് പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നിങ്ങളുടെ ആധാരത്തിൻ്റെ പേരിൽ ലോൺ എടുത്തിട്ട് ആ ലോൺ ഞങ്ങൾ കമ്പനി തിരിച്ചടക്കാമെന്നും നിങ്ങൾക്ക് വീട്ടിൽ വെക്കുന്ന ആധാരത്തിന് പകരം ആ ആധാരം ബാങ്കിൽ വെച്ചതിന് മന്ത്ലി 5,000 രൂപ വരെ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പണമില്ലാത്ത ആളുകൾക്ക് സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടി വരെ വാങ്ങിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുക. ഇതേപോലെ തന്നെ പിന്നെ വാഹനം വാങ്ങിക്കാൻ സാധിക്കാത്ത ആളുകൾ 25 ലക്ഷം രൂപയുള്ള ഒരു ഇന്നോവ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേവലം 10 ലക്ഷം രൂപ തന്നാൽ കമ്പനിയിലേക്ക് അടച്ചാൽ മതി. ആ കമ്പനി 10 ലക്ഷം നിങ്ങൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് മുഖേന ഇന്നോവക്കുള്ള ക്യാഷ് കമ്പനി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളെ കൊണ്ട് സ്വന്തം പേരിൽ കാറിൻ്റെ പേരിൽ ലോൺ എടുപ്പിച്ചിട്ടും ഇങ്ങനെ പണമില്ലാത്തവർ പോലും പണം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പല സ്കാമുകളിലും പോയി ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് പലതരത്തിലുള്ള ബ്രാൻഡ് അംബാസഡർമാരെ കൊണ്ടുവരിക, ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കത്തിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ അംബാസഡർമാരെ കൊണ്ടുവരിക. നമ്മളൊക്കെ അറിയുന്ന പോലെ പെയ്ഡ് ന്യൂസുകൾ ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ ചാനലുകളിൽ ന്യൂസുകളും മറ്റുമൊക്കെ കൊടുത്ത് വന്നിട്ട് അതൊരു അഡ്വർടൈസ്മെൻറ്റ് നിലക്ക് ആഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ രൂപത്തിൽ എന്ന രൂപത്തിൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഇൻ്റർവ്യൂ മറ്റോ കൊടുത്തിട്ട് പരസ്യ രൂപത്തിൽ തന്നെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കിക്കൊണ്ട് സാമ്പത്തികമായി ഇല്ലാത്ത ആളുകളെ പോലും ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടാണ്, കേരളം മുഴുവൻ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു, ജ്വല്ലറി പണിക്കൂലിയില്ലാത്ത സ്വർണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. അതിലൊക്കെ ആളുകൾ ഒരു സാമ്പത്തിക അമിത ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇറങ്ങിപ്പോവുകയാണ്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് അത് കാര്യം നോക്കാതെ, ലാഭത്തിൻ്റെ അളവ് പോലും നോക്കാതെ ഞാൻ കൊടുത്തതിന് എനിക്കിത്ര കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ഒരുപാട് ആളുകൾ സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമിത് മാഷ്, യഥാർത്ഥത്തിൽ നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങൾ എന്ന് നമ്മുടെ ഈ ഒരു സാമ്പത്തിക അച്ചടക്കം പഠിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്? ഞാൻ കോളേജിൽ പഠിക്കുന്ന, അതായത് +2 പഠിക്കുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന എൻ്റെ ഒരു അമ്മാവൻ്റെ ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ അവിടെ നമ്മുടെ ഒരു കോളനി ഉണ്ട്. ആ കോളനിയുടെ ഫ്രണ്ടിൽ ഒരു ചെറിയ അമ്പലമുണ്ട്. അതിൻ്റെ മുൻപിലായിട്ടൊരു വീട്ടിൽ ഒരു ദിവസം ഒരു വലിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. എന്താ വെച്ചാൽ നമുക്ക് മിക്സി, ഫാന്, അയൺ ബോക്സ്, അങ്ങനെ ധാരാളം ഗൃഹോപകരണങ്ങൾ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന രൂപക്ക് കിട്ടും, നമ്മളിങ്ങനെ അടച്ചു കൊടുത്താൽ മതി. മറ്റേ 100 രൂപ അങ്ങനെ 6 മാസം അടച്ചാൽ 600 രൂപക്ക് നിങ്ങൾക്ക് അടയ്ക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 2,000 രൂപയുടെ സാധനമാണ്. അപ്പോൾ ആർക്കും സംശയം തോന്നുന്ന വിലക്കുറവാണ്. സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ അങ്ങനെ സംശയമായി തമിഴന്മാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ വളരെ യുക്തിസഹമായിട്ടുള്ള, എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ യുക്തിക്ക് വേഗം ഡൈജസ്റ്റ് ചെയ്ത് കിട്ടിയിട്ട് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതിനുള്ള യുക്തികൾ പറഞ്ഞു. ഒന്ന് വെച്ചാൽ പറഞ്ഞത് ഇത് നിങ്ങൾ നേരിട്ട് കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പം എനിക്ക് ഒരു നിലക്കുള്ള ഇടനിലക്കാരും ഇല്ല, അത്രയും തട്ടായ പോയി. 2, ഇതിന് ടാക്സ് ഇല്ല. ടാക്സ് ഇല്ലാതെ നമ്മൾ അവിടെ എക്സസ് പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മൾ നേരെ എടുത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ബില്ല് ചെയ്യില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യില്ല, കിട്ടൂല. 3, ഇത് നിങ്ങൾ ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്.
അപ്പോൾ അതനുസരിച്ചുള്ളൊരു ലാഭം വേറെ എന്ത് ചെയ്യും കിട്ടും. പിന്നെ ശരിക്കും ഇതിൻ്റെ വില എത്രയൊക്കെ ഉള്ളൂ, ഈ പറയുന്ന നിങ്ങളുടെ ഈ കാണുന്ന ഷോപ്പുകാരൊക്കെ വാടക കൊടുക്കാനും മറ്റൊക്കെ കൂടെയായിട്ട് വില ഈടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കേട്ടാൽ വളരെ വിശ്വസനീയമെന്ന് തോന്നാവുന്ന രൂപത്തിലുള്ള ഒരു കഥ ചെയ്തു. അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ ഇതിനകത്തേക്ക് പൈസ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഒരു സാധനം കൊടുത്തു. പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ധാരാളം കള്ളുടിയന്മാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു രാവും പകലൊക്കെ എന്ത് ചെയ്യും, ഈ ഉറങ്ങാതെ നടക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. ഒരു ദിവസം രാത്രി ഇവർ മെല്ലെ സാധനങ്ങളൊക്കെ തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റുക. അപ്പോൾ ഡിസ്പ്ലേക്ക് ഒരുപാട് സാധനങ്ങൾ ഈ വീട്ടിൽ നിറച്ചുണ്ട്. ഇതെല്ലാം കൂടെ അവരെടുത്ത് ഫ്രിഡ്ജൊക്കെ കിടക്കണ്ടായിരുന്നു, അല്ല ടി വിയോടെ കിടക്കണം. ഇതൊക്കെ എടുത്ത് മെല്ലെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഇതീ പറയുന്നവർ ശ്രദ്ധിച്ചു, സംശയമായി എല്ലാവരും പിടിച്ചു കൂട്ടി. കോളനി ആയതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ആളെന്ത് ചെയ്തു, കൂടി പിടിച്ചു. അങ്ങനെ സാധനമൊക്കെ ഓരെന്നെ എന്ത് ചെയ്തു, പിന്നെ വിതരണം ചെയ്തു. ഇത് വാർത്തയ്ക്കായി. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഈ പറയുന്ന സ്ഥലത്തു നിന്നൊരു 1.5 കിലോമീറ്റർ അപ്പുറത്ത്, ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് പിന്നെ ഒരു വാർത്ത വരികയാണ്, ഇങ്ങനെ പറ്റിച്ചു പോയി, സമാനമായ തട്ടിപ്പിൽ പറ്റിച്ചു പോയി. അപ്പോൾ ഇത്രയാണ് ഈ മനുഷ്യൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതിനോടൊക്കെ ഉള്ളൊരു പ്രതിരോധം, മാനസികമായൊരു പ്രതിരോധം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയാറുള്ളതൊരു ഈ അത്യാർത്ഥിയാണ് ഇതിന് കാരണം എന്നാണ്. അത് വേണമെങ്കിൽ ആ പദപ്രയോഗം വയ്ക്കാം. പക്ഷെ എനിക്ക് തോന്നുവെച്ചാൽ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന വിശ്വാസ വൈകല്യമാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ അന്ധവിശ്വാസങ്ങളുടെ ഒരു ആധാരം ഉണ്ടല്ലോ. നമുക്കറിയാം ഒരു മതം, ഇസ്ലാം മതമൊക്കെ ആണെങ്കിൽ ഇസ്ലാം സ്വർഗമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ മോക്ഷം വാഗ്ദാനം ചെയ്യുന്ന മതങ്ങളുണ്ടാവും. ഈ മതങ്ങളൊന്നും തന്നെ ഇത് എളുപ്പം കിട്ടുന്നതാണെന്ന് പറയുന്നില്ല. അതിനുവേണ്ടി അവർ കൃത്യമായ വിശ്വാസം വേണം. അവർക്ക് കർമ്മങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇതെല്ലാം വളരെ ചിട്ടയായി ജീവിതത്തിൽ കൊണ്ടു നടന്ന് പിന്നെ സ്വഭാവം സംസ്കരിച്ച് ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരാൾ ജീവിച്ചാൽ മാത്രമാണ് സ്വർഗം കിട്ടുക. പക്ഷേ ഇതിനിടയിൽ ചിലർ വന്നിട്ട് പറയുന്നു, കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വർഗം ഞങ്ങൾ വാങ്ങിച്ചു തരാം, നിങ്ങൾ ഇന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, ഇന്ന സ്ഥലത്ത് പോയിട്ടൊന്ന് കുറച്ച് മുട്ടറുത്താൽ മതി, അല്ലെങ്കിൽ നേർച്ച നേർന്നാൽ മതി, അല്ലെങ്കിൽ ഒരു 10,000 രൂപ പിന്നെ പദ്ധതിയിലേക്ക് തന്നാൽ മതി, പിന്നെ നമ്മളുടെ ഔലിയങ്ങൾ എന്ത് ചെയ്യും, സംരക്ഷിക്കും. ഇത് പറയുമ്പോൾ എവിടേക്കാണ് ഈ മതപരമായി അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അതിലൊരു റിലീജിയസ് ലോജിക് ഉണ്ടല്ലോ. ആ റിലീജിയസ് ലോജിക്കിനെ പകരം വെച്ചുകൊണ്ട് ഈ ഒരു പെട്ടെന്നുള്ള സ്വർഗപ്രാപ്തിക്ക് വേണ്ടി മനുഷ്യനെ തയ്യാറാക്കുന്ന ഒരു അന്ധവിശ്വാസത്തിൻ്റെ എലമെൻറ്റ്, അതൊരു വിശ്വാസ വൈകല്യമാണ്. സമാനമായ ഒന്ന് തന്നെയാണ് ഇനി പൂർണ്ണമായും ഭൗതിക വിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിനും സംഭവിക്കുന്നത്. ആ തൻ്റെ മനസ്സിനകത്ത് യഥാർത്ഥത്തിൽ കൃത്യമായി അറിയാവുന്ന, കാരണം അവനവൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, അവൻ്റെ ധാരാളം വായനകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും, കേട്ടറിവുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതിനെയൊക്കെ ഓവർ ഷെയ്ഡ് ചെയ്യുന്ന, അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു ഇല്ലോജിസിറ്റി പെട്ടെന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ പിറകിൽ ഈ പറയുന്ന അത്യാർത്ഥിയോ അത്യാഗ്രഹമോ വല്ലാത്തൊരു തരം ദേഹേച്ഛയോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഈ മനുഷ്യൻ്റെ കേവല യുക്തിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഈ രീതിയിൽ ഡാർക്കൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഇവിടെയാണ് പറഞ്ഞത്, ഒരുതരം ഹൈപ്പർ റിയാലിറ്റി മനുഷ്യനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നിടത്താണ് ഈ പറഞ്ഞ വിജയം. ഇതും സാധ്യമാണ്. ഇത് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഒന്നില്ല, എല്ലാം പോസിബിൾ, യു ക്യാൻ. അപ്പോൾ ഇത് എന്തും സാധ്യമാണെന്ന് പറയുന്നതോടെ ഇത്തരം ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സ്വപ്ന കൊട്ടാരങ്ങൾ, ചീട്ടുകൊട്ടാരങ്ങളും സാധ്യമായ സ്വപ്നങ്ങളാണ് എന്ന രൂപത്തിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ റിയാലിറ്റിയിൽ നിന്ന് അകത്തി കൊണ്ടുപോകുന്ന, അവൻ്റെ ലോജിക്കിനെ ഷൻ ചെയ്യുന്ന, മൂടുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും അതിനെയാണ് വിശ്വാസം കൊണ്ട് തിരിച്ചു പിടിക്കേണ്ടത്, ശരിയായ യുക്തി കൊണ്ട് തിരിച്ചു പിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിച്ചാൽ ഇവിടെ
പുതിയ ചില ട്രെൻഡുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ ഈ വീണ് പോകുന്നുണ്ട്. ഇപ്പോൾ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 1, 2 വന്ന ഓൺലൈൻ കാലഘട്ടം വന്നതോടെ അതിൻ്റെ എല്ലാ രീതിയിലുള്ള തട്ടിപ്പുകൾ വന്നു. ഒരേ സാധനം തന്നെ ആവർത്തിക്കുമ്പോഴും ആളുകൾ പിന്നെയും ഇപ്പോൾ നമ്മൾ സൈബർ അറസ്റ്റ് വന്നു അല്ലേ, ഡിജിറ്റൽ അറസ്റ്റ്. ഇതിൻ്റെ കേസുകൾ പത്രത്തിലും ഇതിലൊക്കെ വന്ന് അതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വലിയ ആളുകൾ പിന്നെ അതിൽ പോയിട്ട് പെടുക. എന്നിട്ട് അത് ശരി അതായിരുന്നില്ലേ എന്ന് അപ്പോഴാണ് പിന്നെ അവർ ആലോചിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കണ്ടൊരു ട്രെൻഡ് എന്താ വെച്ചാൽ പലപ്പോഴും ഈ നമുക്കറിയപ്പോൾ തട്ടിപ്പിന് ഒരാൾ ഇറങ്ങുമ്പോൾ അയാൾ പരമാവധി കുടുംബം പോലും അറിയാതെ എന്ത് ചെയ്യുക. പക്ഷെ ഇന്ന് പല കപ്പിൾസാണ് ഒന്നിച്ച് രംഗത്ത് വരുന്നത്. അപ്പോൾ ഇതിനൊരു ക്രെഡിബിലിറ്റി ബാക്കപ്പ് ഉണ്ട്. ഇനി കപ്പിൾസും പോയിട്ട് ഹോൾ ഫാമിലി, ഡയറക്ടർ ബോർഡ് മൊത്തം ഫാമിലി, ഭാര്യ, ഭർത്താവ്, അവരുടെ കുട്ടികളൊക്കെ കൂടെ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരിക്കലും നമ്മൾ തട്ടിപ്പ് നടത്തൂല എന്ന് വിശ്വസിക്കും. അപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ എന്താണ് ബണ്ടി ആൻഡ് ബബ്ലി എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട ഒരു ടീം, എന്താണ് ടോമി ആൻഡ് ഷൈനി ടോം എന്ന് പറയുന്നൊരു കപ്പിൾ, ബാംഗ്ലൂർ ബേസ് ചെയ്യുന്ന മലയാളികളാണ്. ഇവർ 100 കോടിയോ 300 കോടിക്കോ ഇടയിലുള്ള സംഖ്യ തട്ടിച്ചിട്ടുണ്ട്. അവരുടെ കെനിയയിലേക്ക് എന്ത് ചെയ്തു, മുങ്ങി. അപ്പോൾ ഇവരുടെ പരസ്യം എന്ന് പറയുന്നത് അവരുടെ മൊത്തം കുടുംബമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ഫാമിലി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ളതുകൾ. പിന്നെ സെലിബ്രിറ്റി പരസ്യങ്ങൾ, അത് പലർക്കെതിരെയും കേസ് വരാൻ കാരണം അതാണ്. കാരണം അവരിന്ന് നിന്നു കൊടുക്കുകയാണെന്ന് പറയാം. പക്ഷെ അവിടെ സെലിബ്രിറ്റീസിനെതിരെ നിർബന്ധമായും കേസെടുക്കുകയും അവർ പറയുന്ന സാധാരണ ഈ ആൻസറുകൾക്ക് പോലീസ് വശംവദരാകാൻ പാടില്ല. കാരണം അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രെഡിബിലിറ്റിയെ അവർ തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി സെല്ല് ചെയ്യണം. അല്ലെങ്കിൽ ഇത്രയും പരസ്യത്തിൻ്റെ ഭാഗമാകുന്നതിന് മുമ്പ് അവരന്വേഷിക്കണം. അവർക്ക് അന്വേഷിക്കാൻ ടീം ഉണ്ടാവുമല്ലോ. എല്ലാ വ്യക്തികളെ സംബന്ധിച്ചുള്ളൊരു ബാധ്യതയാണല്ലോ. ഇപ്പം ഞാൻ നിങ്ങളോടൊരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണ പറയുന്നതിൻ്റെ ഒരു ബാധ്യത എനിക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് അതിനേക്കാളും എത്രയോ പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലൈസ് ചെയ്യപ്പെടാൻ പോകുന്നൊരു നുണയാണ്. അതുകൊണ്ട് തന്നെ അവരത്തരത്തിലുള്ള ഈ ഇതിൻ്റെയൊക്കെ തട്ടിപ്പുകളുടെ ഭാഗമായി നിന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരും ശിക്ഷയ്ക്ക് വിധേയരാകണം. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഈ വരുന്ന നഷ്ടങ്ങൾ അവരിൽ നിന്നുകൂടെ ഈടാക്കണം. കുറച്ച് കാശുള്ളവരായിരിക്കുമല്ലോ, ഒരു തെറ്റുമില്ല എന്ന് പറയുന്നത്. അത് നിർബന്ധമായി നടക്കേണ്ടതാണ്. പിന്നൊന്നാണ് ഈ സ്പോൺസേർഡ് പ്രോഗ്രാമുകൾ. അതായത് ചാനൽ ഫ്ലോറുകളിൽ ഇവർ വന്ന് നിൽക്കുന്നതോടെ ലക്ഷക്കണക്കിന് ആളുകളുടെ മുൻപിൽ കൃത്യമായിട്ടും സ്വീകാര്യമായൊരു ബ്രാൻഡായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ ചാനൽ ഫ്ലോറുകളുടെ ഉടമകൾ, അവരെ സംബന്ധിച്ചോളം നമുക്കറിയാം ഏത് പ്രോഗ്രാം നടക്കണമെങ്കിലും സ്പോൺസേഴ്സ് വേണം. ഈ ഒരു സാധനം അവർക്ക് വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ വെച്ചു അവരുടെ മനഃശാസ്ത്രം അറിയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിസ്സഹായാവസ്ഥ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ആ നിസ്സഹായാവസ്ഥയും കൃത്യമായി ചൂഷണം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു പരസ്പര ബാന്ധവമാണ്. എന്നിട്ട് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ന്യൂസ് വരാ പറയാ. അത് കഴിഞ്ഞ ആഴ്ചയോ ഒരു മാസം മുമ്പോ തങ്ങളുടെ ഫ്ലോറിൽ വന്ന് നമ്മൾ തന്നെ സമ്മാനവും കൊടുത്ത് സംസാരിച്ച വിഭാഗത്തിനെ കുറിച്ചുള്ള തട്ടിപ്പിൻ്റെ ന്യൂസ് എന്ത് ചെയ്യും? ഇത് ഒരു വല്ലാത്ത ഇരട്ടത്താപ്പാണ്, അല്ലെങ്കിൽ ഒരു കാപഢ്യമാണ്. അതുകൊണ്ട് തന്നെ ചാനലുകൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. പണ്ടൊക്കെ പത്രങ്ങളിൽ അത് വന്നിരുന്നത്, ഇപ്പോൾ പത്രങ്ങളിലല്ല വരുന്നത്, ചാനലുകൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അതുപോലെ ഇവരൊക്കെ പലപ്പോഴും വലിയ ആഡംബര വാഹനങ്ങൾ, വീടുകൾ, ഇതൊക്കെ ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. അത് എൻ്റെ പൈസ എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യില്ല, ആദ്യം മനസ്സിലാവില്ല. പിന്നെ പലപ്പോഴും വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതിലൊക്കെ വലിയൊരു തൊഴിലാളി ശൃംഖല അവരുണ്ടാക്കിയെടുക്കും. എന്നിട്ട് അവരെ ആണ് അംബാസഡേഴ്സ്. അവർക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം അവർ പലപ്പോഴും ലോക്കലും ആയിരിക്കും, അവരത് വിശ്വസിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ളിടത്തിൽ നിങ്ങളോട് വന്നിട്ടൊരു കാര്യം പറയുമ്പോൾ നിങ്ങളത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ രീതിയിലാണ് ഒരു ഒരു നെറ്റ്വർക്ക് ഓപ്പറേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോടൊരു 4 ചോദ്യം ചോദിക്കാൻ പറ്റണം, അതിന് ചോദിക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ. പിന്നൊന്ന് ചാരിറ്റി ഉള്ളതിനൊരു 10% ചാരിറ്റി കൊടുത്ത് നഷ്ടമൊന്നുമില്ലല്ലോ. ആ ചാരിറ്റിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ക്രെഡിബിലിറ്റി, ഇതിനൊക്കെ പുറമെ മതത്തിൻ്റേതായിട്ടുള്ള ചില ഇതുകളും. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനെയൊക്കെ ജാഗ്രതയോടെയാണ് മനുഷ്യൻ കാണേണ്ടത്. പക്ഷെ അതിൻ്റെ പുറമെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടാൻ ഒരു കാരണം ഇതിന് ശിക്ഷ കുറവായിരുന്നു. ഇപ്പോൾ പുതിയ ഈ ന്യായ സംഹിതയിൽ അതുപോലെ സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചെക്ക് കേസ് ഇതിലൊക്കെ കുറച്ചുകൂടെ ഒരു കവിഞ്ഞ ശിക്ഷ തീരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമാണ് അവർക്ക്. പിന്നെയും തട്ടിപ്പ് അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നതും നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവരെ പിടിക്കാനും എളുപ്പമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ.
അപ്പോൾ അത് അത്രയൊരു ട്രാപ്പിലേക്ക് പോകുന്ന അവസ്ഥയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. വീണ് കഴിഞ്ഞിട്ട് രക്ഷയുണ്ടാവില്ല. പിന്നെ പലപ്പോഴും ചില അഭിമാനക്ഷതം കാരണം എന്ത് ചെയ്യില്ല, പറയില്ല. കുറച്ചൊക്കെ ഉള്ള ചില പൊയ്ക്കോട്ടെ എന്ത് ചെയ്യും, വെക്കും. ഇതിന് പുറമെയാണ് ഇനിയിപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണോ? 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ സ്ഥലം വിറ്റ പൈസയ്ക്കേക്കാരം, പക്ഷെ ആ പൈസക്ക് പൂർണ്ണമായിട്ട് റെക്കോർഡ് ഉണ്ടാവില്ല. ഞാൻ 5 ലക്ഷം ആധാരത്തിൽ കാണിച്ചിട്ടുണ്ടാവുക, 50 ലക്ഷം കൊടുത്തു എന്ന് ഞാൻ എങ്ങനെ പറയും? അപ്പോൾ അത് എനിക്കെതിരെ കേസ് വരുന്ന കാര്യം ആദ്യം ചെയ്യാം. അപ്പോൾ ഈ പേടി വരുന്നതോടെ എനിക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് വരും. ഇനി പോലീസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അവിടെ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിലേക്കാണ് ഇത് പോവുക. കാരണം നിങ്ങളുടെ പൈസ ഏതായാലും പോയി, തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. 30 ലക്ഷമല്ലേ പോയത്, ഒരു 15 ലക്ഷം ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതന്നെ കിട്ടിയത് കിട്ടിയെന്ന് വിചാരിക്കുന്ന അവസ്ഥ. ഇത് ഇനി ആദ്യമൊക്കെ ഒന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാലും 4-5 തവണ നടന്നു കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായ ശിക്ഷ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെയാണ്. സാമ്പത്തികമായി നടക്കുന്ന അത്തരം തട്ടിപ്പുകൾക്കും അത്രയും കഠിനമായ ശിക്ഷ കിട്ടും. അതുകൊണ്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യൂലല്ലോ. അപ്പോൾ ആ ഒരു ശിക്ഷയുടെ കാഠിന്യമില്ലായ്മ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെ ആണ്. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒന്ന് ഇതിനകത്തൊക്കെ ഒന്ന് ഉയർന്ന പലിശയാണ് പലപ്പോഴും വാഗ്ദാനം ചെയ്യുന്നത്. ആ ഉയർന്ന പലിശയ്ക്ക് വേണ്ടി ഇവിടെ നിലവിലുള്ള ബാങ്കുകൾ പോലും ഇത് കുറയ്ക്കുന്ന സമയത്താണിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉയർന്ന ലാഭം, ഇല്ലോജിക്കലായിട്ടുള്ള ലാഭം ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ മനുഷ്യന് അവൻ്റെ ഒരു പൂർണ്ണമായ ബുദ്ധിയെ യുക്തിയെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടൊരു ഭ്രമം, ഇതാണ് ചെറുപ്പക്കാരെ പോലും ഈ രീതിയിൽ ഉള്ളതൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് അപകടകരമാം വിധം ഒരാവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എല്ലാത്തിലും അത് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഹൈലി ഓതൻറ്റിക് ആയിട്ടുള്ള ഫിഗേഴ്സിനെ വെച്ചുകൊണ്ടൊക്കെ നടത്തുന്ന പല തട്ടിപ്പുകളും ചിലപ്പോൾ പൂർണ്ണമായിട്ടൊന്നും അതുകൊണ്ട് മാത്രം തടയപ്പെട്ടുകൊള്ളുന്നില്ല. എന്തായാലും ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, മനുഷ്യന് അള്ളാഹു നൽകിയ കൃത്യമായ ബുദ്ധിയുണ്ട്, വിശകലന ശേഷിയുണ്ട്. ഇത് മതത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനോടുകൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയൂല. കാരണം മതത്തിന് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ ഉണ്ട്. 2, പലപ്പോഴും ഭയപ്പെടുത്തിയിട്ടാണ് ഇതിൽ ചില കേസുകളിലൊക്കെ ചെയ്യുന്നത്. അത്തരം ഒരു ഭയം ഒരാൾ വ്യക്തിപരമായി വെച്ച് പുലർത്തുകയാണെങ്കിൽ അയാളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്, സാമ്പത്തികമായി മാത്രമല്ല പല രീതിയിലും. അതുകൊണ്ട് തന്നെ വിശ്വാസി എന്ന അർത്ഥത്തിലും ഒരു ശക്തനായ മനുഷ്യൻ എന്ന അർത്ഥത്തിലും അത്തരത്തിലുള്ള തെറ്റുകളോടുള്ളൊരു ഭയം പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുക തന്നെ വേണം. അതല്ലെങ്കിൽ അയാളെ മറ്റേ കൊറിയർ വന്നിട്ടുണ്ട്, ആ കൊറിയറിൽ മയക്കുമരുന്നുണ്ടെന്ന് പറയുമ്പോഴേക്ക് അയാളെന്തിനാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈട് കേസ് എടുത്തിട്ടുണ്ട് പറയുമ്പോഴേക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരർത്ഥത്തിൽ അയാൾക്ക് തന്നെ ഉള്ളിൽ തന്നെയുള്ള ചില പേടികളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പിന്നെ വെച്ചാൽ ഈ ആത്മാഭിമാനത്തിൻ്റെ പേരിൽ ഇത് കോംപ്രമൈസ് ചെയ്യുന്ന അവസ്ഥയോ അല്ലെങ്കിൽ കേസ് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയോ ഉണ്ടാകരുതെന്നാണ്. കൂടുതൽ പറയാൻ വെച്ചാൽ 2 വിഭാഗങ്ങളോട് എനിക്ക് പലപ്പോഴും വലിയൊരു സഹതാപം തോന്നാറില്ല. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ലോഡ്ജിൽ പോകുന്നു, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോകുന്നു, വീട്ടിൽ പോകുന്നു, അങ്ങനെയൊക്കെ വർഷങ്ങളോളം താമസിക്കുന്നു. പിന്നെ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചറിയണം എന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒക്കെ തെറ്റിയതിന് ശേഷം പിന്നെ തിരിച്ചറിയണത് അന്ന് എന്നെ പീഡിപ്പിക്കുകയായിരുന്നു. ഞാനിപ്പോൾ എന്താണെന്ന് പറയാം, മൃഗീയമായിട്ടൊക്കെ ആയിരിക്കും, ഞാനിപ്പോൾ ഒരു എന്തോ ആണല്ലോ അതിജീവിതയാണ് എന്ന് അല്ലെങ്കിൽ ഇരയാണ് എന്ന് തോന്നുന്ന ചില സ്ത്രീകളുണ്ട്. അവരെ കുറിച്ച് നമുക്ക് യാതൊരു സഹതാപവും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വളരെ
ഈ ലളിതമായി മനുഷ്യന് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്തരം തട്ടിപ്പുകളിൽ വെറുതെ തല വെച്ച് കൊടുത്തുകൊണ്ട് പിന്നീട് കുടുംബം തകർന്ന് ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ അവരെ അത്ര സഹതാപം അർഹിക്കുന്നവരൊന്നും അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനായി ശരിയായ വിശ്വാസിയായി ജീവിക്കാൻ പഠിക്കട്ടെ. മതം ഉൾക്കൊണ്ടാൽ തന്നെ പരിഹാരമുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നത്. വളരെ കൃത്യമാണ്. യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യനും ഒരു 15 മുതൽ 20% ഒക്കെയാണ് സാധാരണഗതിയിൽ ഏതൊരു എമൗണ്ടിനും ലാഭം ലഭിക്കുക. പക്ഷെ അത് വർഷത്തിൽ ലഭിക്കേണ്ട ലാഭമാണ്. അത് ഒരു മാസം കൊണ്ട് തന്നെ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് 25%, 30% ഒക്കെ പ്രോഫിറ്റ് പറയുമ്പോൾ തന്നെ നമുക്കതിന് അപകടം മണക്കണം. കാരണം അത്ര പ്രോഫിറ്റ് കൊടുത്തിട്ടൊന്നും പിന്നെ ഒരു സംഗതിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ 140 നിയോജക മണ്ഡലങ്ങളായിക്കോട്ടെ, ഇനി എല്ലാ MLA-മാരും ഉൾപ്പെടുത്തിക്കോട്ടെ, മന്ത്രിമാരും ഉൾപ്പെടുത്തിക്കോട്ടെ, ഇനി അവാർഡുകൾ നേടിക്കോട്ടെ. നേരത്തെ മാഷ് പറഞ്ഞ പോലെ ചാരിറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് അവാർഡുകൾ. ഇന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇന്ന മിനിസ്റ്ററുടെ അടുത്ത് നിന്ന് ഇന്ന സംഗതി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഡോക്യുമെൻറ്റേഷൻ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന സംഗതികളാണ്. പക്ഷെ അതൊന്നുമല്ല സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് മാനദണ്ഡം. അതിന് കൃത്യമായി അതിൻ്റെ ടാക്സ് കൊടുത്ത കാര്യങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിലെ വരുമാനം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. അങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ കൃത്യമായിട്ടുള്ള അക്കൗണ്ട്സിനെ നമുക്ക് അറിയാവുന്നതാണ്. ഇതൊന്നും അറിയാതെ കേവലം പരസ്യത്തിൻ്റെ മുകളിലും വാചക കസർത്തുകളുടെ മുകളിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ സമ്പത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനാണ് സൂക്ഷിക്കേണ്ടത്. അതിപ്പോൾ ഇനി എന്താണ്, ഇപ്പോൾ ഇനി ചായപ്പൊടിയുടെ കച്ചവടമായിക്കോട്ടെ, പിന്നെ സോഷ്യൽ മീഡിയയിലെ തരംഗമായിക്കോട്ടെ, ഇന്ന ആൾ കിട്ടി അയാൾക്ക് ഇത്ര കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ 5 ലക്ഷം കൊണ്ടേ കൊടുത്തപ്പോൾ തന്നെ ആദ്യത്തെ മാസം തന്നെ 25,000 രൂപ കിട്ടി. 5 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് 25,000 എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. ഈ 5 ലക്ഷത്തിൽ നിന്ന് എടുത്ത് കൊടുത്താൽ തന്നെ അതിന് പിന്നെ കണക്കാക്കാൻ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ തന്നെ മതിയാവും. ആ 25 3 പ്രാവശ്യം കൊടുത്തിട്ട് പിന്നെ അത് പൂട്ടിപ്പോയാൽ എന്താവാണ്, നിന്ന് പോകണം. പക്ഷെ ആ സമയം കൊണ്ട് എന്ത് ചെയ്യാണ്, സഹപാഠികളെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ ഈ പൊതുവെ എന്താ വെച്ചാൽ സ്ഥലം വിറ്റ പൈസ, വാപ്പ മരിച്ചിട്ട് സ്ഥലം ഓരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെങ്ങന്മാർക്ക് കൊടുത്ത പൈസ ആങ്ങളാരനെ വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അമിത ലാഭം പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിശ്വാസിയും മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മുജീബ് കാക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അതായത് ഇന്ത്യൻ്റെ സാമ്പത്തിക ഈ മധ്യവർഗത്തിലാണ് ഇത്തരം വലിയ അബദ്ധങ്ങൾ സംഭവിക്കാറുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് ഉണ്ട്, അയാൾ മോനീഷ് ഗോസാർ ലിങ്കഡ് എന്ന് പറഞ്ഞ മുംബൈയിലുള്ള അയാളുടെ പഠനത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ആർത്തി തന്നെയാണ്. അപ്പോൾ ഇത് ഒരു വിശ്വാസി എന്ന നിലക്ക്, അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉൾപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൽ ഇസ്ലാമികപരമായിട്ടുള്ള ചില അധ്യാപനങ്ങൾ 1-2 പോയിന്റുകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ഉപജീവനം നൽകുന്നവൻ അള്ളയാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. യർസുഖു മയ്യഷ ബിഗൈരി ഹിസാബ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രയോഗമുണ്ട്, അതായത് ഉൻദുറു ഇലാ മൻ ഹു അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുകയാണ് വേണ്ടത്. മുകളിലേക്ക് നോക്കുമ്പോഴാണ് വീണ്ടും നിങ്ങൾക്ക് ഉയരണമെന്ന് തോന്നുന്നത്, ഇതേപോലെ അബദ്ധങ്ങളിൽ എത്തുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ലോകം എന്ന് പറയുന്നത് നശ്വരാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ഒരു ചെറിയൊരു വെള്ളപ്പൊക്കം, അതേപോലെ ഒരു ഭൂകമ്പം, ഈ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി തകർന്ന് തരിപ്പണമായി പോകുന്ന ബിസിനസ് സാമ്രാജ്യം മാത്രമല്ല, ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ യാചകരായി മാറിയുള്ള ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സുനാമിയുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ വായിക്കുമ്പോൾ അത്തരം വിഷയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി വെച്ചാൽ ചെലവ് മിതമായിട്ട് ചെലവഴിക്കുകയും ദൂരത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കൊരു വിശ്വാസം. അള്ളാഹു ഖുറാനിലൂടെ ഇടയ്ക്ക് പറയുന്നൊരു സംഗതി, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഇസ്രാഫില്ലാത്തവരാണ്. അതേപോലെ തന്നെ അനാവശ്യമായി ചെലവഴിക്കാത്തവരാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്ന് പറയുന്ന പ്രയോഗങ്ങൾ കാണാൻ പറ്റും. അതുപോലെ മിതമായി ചെലവഴിക്കണം എന്നുള്ള കൽപ്പനകൾ ധാരാളമായി വിശുദ്ധ ഖുറാനിലും ഹദീസിലും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു കാര്യം, വളരെ സത്യസന്ധമായൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് ജനങ്ങൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, ഉള്ളവനുണ്ട് ഇല്ലാത്തവനുണ്ട്. നേരത്തെ നമ്മൾ മാർക്സിസം പറയുന്ന സമയത്ത് എല്ലാവരും ഉള്ളവരാകണം എന്നാണ് അവരുടെ സിദ്ധാന്തം. ശരിക്കും ചില സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട്, ദരിദ്രരും സമ്പന്നരും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അവരെപ്പോലെ എനിക്കാകാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തോന്നൽ, അതിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ് അതൊക്കെ. അതിൽ നിന്നൊക്കെ ഒരു മോചനം വിശ്വാസം എന്ന നിലക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ ധന്യതയും ദാരിദ്ര്യവും ഇത് അള്ളാഹിൻ്റെ ഒരു പരീക്ഷണമാണ്.
അത് കൂടുതൽ നൽകിയിട്ട് പരീക്ഷിക്കും, അതുപോലെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷണങ്ങളുണ്ടാവും. ഇത് തിരിച്ചറിഞ്ഞൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കെണികളിൽ പെടുകയില്ല എന്ന ഒരു പഠനം ജനങ്ങൾക്കുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്.